തലേ ദിവസം കിടക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യുകയാണ്, എവിടേക്കെങ്കിലും ഒന്ന് പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് തീർക്കാനൊരു കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചിട്ട് കിടക്കുന്ന ദിവസം എനിക്ക് പിറ്റേ ദിവസം എണീക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം അത് ചെയ്ത് തീർക്കാനുണ്ടല്ലോ, അല്ലെങ്കിൽ അവിടേക്ക് പോകാനുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടാവുമല്ലോ കിടക്കുക. അപ്പോൾ പിന്നെ നീക്കാനും അതിൻ്റേതായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് എനിക്ക് ഉണ്ടാവും കേട്ടോ. പിന്നെ അതേ രാവിലെ ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ട്. ഇന്ന് ഞാൻ പോകേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇന്നൊരു സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ. ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെ ഒരു ധൃതിയും കൂടി ഉണ്ട് കേട്ടോ ഒന്ന്. അപ്പോൾ ഞാൻ രാവിലെ നീച്ചു, വിളക്കൊക്കെ വെച്ചു, ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അടുക്കളയിൽ ഞാൻ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് നൂൽപുട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് വിചാരിക്കുന്നത്. നൂൽപുട്ടും ചെറുപയർ കറിയും കൂടിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ളതാണ്. അപ്പോൾ എന്താ ഇതിലുണ്ടാക്കണമെന്ന് വിചാരിക്കേണ്ട, എനിക്ക് കുറച്ചുകൂടി ഈസി വേ ഓഫ് കുക്കിങ്ങിലാണ് കേട്ടോ താല്പര്യം. കാരണം മറ്റേ നൂൽപുട്ടിൻ്റെ തട്ടൊക്കെ വെച്ച് വരുമ്പോഴേക്കും ഒരുപാട് നേരം മെഴുകണോണ്ട് തന്നെ ഇതിലാവുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതൊക്കെ അവിടുത്തെ ചെറുപയർ കറിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എനിക്ക് വേണ്ടിയിട്ടും കുറച്ച് സമയം മാറ്റി വെക്കണമല്ലോ. എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സമയം മാറ്റി വയ്ക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കുറച്ച് മാറ്റി വെക്കണമല്ലോ. അപ്പോഴേക്കും നൂൽപുട്ടൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു, കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിന്ന് ഗുരുവായൂർക്കാണ് കേട്ടോ പോണത്. അപ്പം ഞങ്ങൾ കുറച്ച് ദിവസമായി പോകണം എന്നുള്ളത് വിചാരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒന്ന് റെഡി ആയിരിക്കണം. അപ്പോൾ കുട്ടികളെ പോണ വഴിക്ക് കുട്ടികളെ അവിടെ ഇറക്കി വിടാം, ഞങ്ങൾക്ക് അങ്ങനെ പോവുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ യാത്ര. അപ്പോൾ കുട്ടികളെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ അവിടെ ഇറക്കി വിട്ടു. ഞങ്ങളിത് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അപ്പോഴേക്കും ഞങ്ങൾ ചെന്നപ്പോഴേക്കും ആമിക്കുട്ടിയും അമ്മും കൂടിയിട്ട് അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അവൾക്ക് ചില സമയത്ത് കണ്ടു കഴിഞ്ഞാൽ ഒരു പരിചയക്കേട് കാണിക്കില്ല, അവൾക്കൊരു നിർബന്ധമാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അങ്ങോട്ടും കൂടെയൊക്കെ സംസാരിച്ചിരിക്കുമ്പോൾ അതങ്ങോട്ട് ശരിയാവും. പിന്നെ ഞങ്ങൾക്ക് പാർക്കിംഗ് കിട്ടാൻ കുറച്ച് വൈകി കേട്ടോ. കാരണം ഒന്ന് തിരക്കുള്ള ദിവസമായതുകൊണ്ട് പാർക്കിങ്ങിന് കുറച്ച് പ്രയാസമായിരുന്നു. പിന്നെ തൊഴിലൊക്കെ കഴിഞ്ഞു. പിന്നെ തൊഴിൽ കഴിഞ്ഞ് വരുമ്പോൾ അവൾക്ക് ഇതുപോലെ എന്തെങ്കിലും വാങ്ങുക എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.